ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. ആദത്തിന്റെ മക്കളായിരുന്നു ആബേലും കായീനും. ആടുകളെ മേയ്ക്കുകയായിരുന്നു ആബേലിന്റെ ജോലി. കായീൻ കൃഷിക്കാരനായിരുന്നു. ഒരിക്കൽ രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിച്ചു. കിട്ടിയ വിളവിന്റെ ഒരു ഭാഗം കായീൻ ദൈവത്തിനു നൽകി. ആബേലാകട്ടെ തന്റെ ആടുകളിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് കാഴ്ചവെച്ചു. ആബേലിന്റെ ബലി ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. കായീൻ നൽകിയത് ദൈവത്തിന് ഇഷ്ടമായില്ല. എന്തുകൊണ്ടായിരിക്കാം ദൈവത്തിന് കായീന്റെ ബലി ഇഷ്ടമാകാതിരുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ആബേലിന്റെ ജീവിതം നല്ലതായിരുന്നു. കായീന്റെ ജീവിതം നല്ലതായിരുന്നില്ല. നമ്മുടെ ജീവിതം നല്ലതാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാകും. ദൈവത്തിന് നമ്മെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം നമുക്ക് ഈ ലോകത്ത് സർവ്വതും തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉചിതമായി പ്രവർത്തിച്ച് ഉചിതമായി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ നാമും ദൈവത്തിന് സ്വീകാര്യനാവുകയില്ലേ? അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, നല്ല ദൈവമേ, എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.